നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിൽ പല പല പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വരും. ഒരാൾക്ക് രോഗമാണേ ഒരാൾക്ക് കടം, ഒരാൾക്ക് കടമാണേ ഒരാൾക്ക് കഷ്ടത, ഒരാൾക്ക് കഷ്ടതയാണ് ഒരാൾക്ക് മനുഷ്യന്റെ വെല്ലുവിളികൾ. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി മനുഷ്യ ജീവിതത്തെ വേട്ടയാടുന്ന പല തരത്തിലുള്ള പ്രതിബന്ധമുണ്ട്. അവിടെയെല്ലാം നമുക്ക് ഉറപ്പും ധൈര്യവും തരുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള വാക്കാണ്. അങ്ങനെ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ബലവും ധൈര്യവും ഉള്ളവനായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആരെയും പേടിക്കരുത്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദനയിലെ ഏറ്റവും വലിയ ബലം എന്താന്ന് ചോദിച്ചാൽ ദൈവം അവന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബലമാണ്. അപ്പൊ ചില ചോദിക്കും, ദൈവം കൂടെ ഉണ്ടേ പ്രശ്നങ്ങൾ വരുമോ? ദൈവം കൂടെ ഉണ്ടേ പ്രശ്നങ്ങൾ വരും. യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായി, പക്ഷെ അപ്പൊ തന്നെ അവൻ കാരാഗൃഹത്തിലായി. അവൻ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തായി പ്രശ്നം? ഒരിക്കൽ ഗിദെയോൻ ചോദിച്ചു, ദൈവം കൂടെ ഉണ്ടായിട്ട് എന്തായി പ്രതിസന്ധി? അപ്പൊ പ്രതിസന്ധി ഉള്ളവരോട് കൂടെ ദൈവമില്ലെന്നല്ല, പ്രതിസന്ധിയിലാണ് യഥാർത്ഥമായി ദൈവത്തെ അറിയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ നീ പോകുന്നെങ്കിൽ ഓർത്തോണം, നിന്റെ പ്രതിസന്ധിക്കരികെ ദൈവം നിപ്പുണ്ട്. ഈ വാക്ക് ശ്രദ്ധിച്ചേ, ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ദൈവമുണ്ട്. ഒരു ദൈവബലി ശ്രദ്ധിക്കണം, അവന്റെ ജീവിതത്തിന്റെ സമൂല മേഖലകളിൽ ഏതെല്ലാം വെല്ലുവിളികൾ വന്നാലും, കഷ്ടതകൾ വന്നാലും, പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എൻ്റെ കൂടെ പോരുന്നു എന്ന ധൈര്യം. യെശയ്യാപ്രവചനം 43-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ നിൽക്കും. ദൈവം കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് നീ വെള്ളത്തിൽ കൂടെ കടക്കുന്നത്. ആർക്കും കടക്കാൻ കഴിയാത്ത പ്രതിസന്ധിക്കകത്തൂടെ നീ കടന്നുപോയി ജയാളിയായി തീരുന്നതിന്റെ പിമ്പിലെ രഹസ്യം ദൈവം നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാം, ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് മനുഷ്യരെ പേടിയില്ല, പിശാചിനെ പേടിയില്ല, ലോകത്തെ പേടിയില്ല. ദൈവം എന്നെ അത്ഭുതകരമായി നടത്തും. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അവിടുത്തെ പൊന്നുകരം ഒന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അവർ ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി മുന്നോട്ട് പോകാൻ അവർക്ക് കൃപ കൊടുക്കണം കർത്താവേ. അവരുടെ മാനസിക നിലയെ തകർക്കുന്ന എല്ലാ പോരാട്ടങ്ങളെ അഴിക്കണം കർത്താവേ. ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറാൻ കൃപ ചെയ്യണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിന്റെ കൂടെ ഉണ്ട്, ഒന്നും ഭയപ്പെടേണ്ട. ഗോഡ് ബ്ലെസ് യു.